എക്സ്പീരിയൻസ് എങ്ങനെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് രാവിലെ ഗജനി കണ്ടത്? രാവിലെ ഗജനിയുണ്ട്. ഇത് എന്തിനാണെങ്കിൽ ഞാൻ എന്തിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ്, കാരണം ഞാൻ ജനിച്ച വർഷം ഇറങ്ങിയ സിനിമയാണ്. ഒത്തിരി കാരണം കുറേ തവണ ടി വിയിൽ കണ്ടിട്ടുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഇത് നല്ല റീമാസ്റ്റേഡ് വേർഷൻ തന്നെയാണ്. രാവിലെ ഗജനി അത്ര ഒരു റീമാസ്റ്റേഡ് അല്ലായിരുന്നു, കാരണം ഇത് എക്സ്പീരിയൻസ് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല റീമാസ്റ്റേഡ് ആണ്, നല്ല നല്ല എക്സ്പീരിയൻസ്. പടം ഓൾറെഡി കണ്ടുകൊണ്ട് പിന്നെ പടത്തെ പറ്റിയൊന്നും പറയണ്ടല്ലോ. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. തിയേറ്റർ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും കാണും. സെക്കൻഡ് ഇപ്പോൾ അടുത്ത് വരെയല്ലേ? സെക്കൻഡ് ഇപ്പോൾ അടുത്ത് വരികയാണ്, അതുകൊണ്ട് എന്തായാലും കണ്ടിരിക്കാൻ നല്ലതായിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പണ്ട് ടി വിയിലും നമ്മളെ ഫോണിലൊക്കെ കണ്ടപ്പോൾ തിയേറ്ററിൽ വന്ന് കാണാൻ ആഗ്രഹിച്ചൊരു സിനിമയാണ്. അതിപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം. 3 മണിക്കൂർ 5 മിനിറ്റുള്ള ഒരു ഫിലിമാണ്. നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരുന്ന് കാണാൻ പറ്റിയ ഇന്ത്യൻ 2 ഇറങ്ങാൻ പോകണം. അതിന് മുന്നോടിയായി ഇത് ഇറക്കിയിൽ ഒരുപാട് സന്തോഷം. എല്ലാം അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ യേശുദാസ് സാറിൻ്റെ പാട്ടുകൾ എല്ലാം നല്ല എക്സ്പീരിയൻസാണ്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രക്ഷയില്ലായിരുന്നു. ലൈക്ക് നമ്മൾ ശങ്കറിൻ്റെ ഫിലിം അല്ലേ, അതിപ്പോൾ എത്ര വർഷം ചില സിനിമകൾ ക്രിഞ്ചടിക്കും, പക്ഷേ ഇത് ലൈക്ക് ഇപ്പോഴും ആ ഒരു കണ്ടിരിക്കാൻ ബോറടിക്കത്തില്ല. പിന്നെ എ ആർ റഹ്മാൻ്റെ സോങ്സ് എടുത്ത് പറയേണ്ടതാണ്. ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. അതെ അതെ, സെക്കൻഡിൻ്റെ ട്രെയിലറൊക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു തുടക്കം തന്നെയാണ് ഇതിൻ്റെ എൻഡിങ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മാസ്റ്ററൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പഴയ പുതിയൊരു പടം കാണുന്നത് ഫീലാണ്. അതെ, ഇൻട്രസ്റ്റിംഗ്. സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സൗണ്ട് ക്വാളിറ്റി എല്ലാം നന്നായിട്ട്, നല്ല പ്രിൻ്റാണ്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. കൊള്ളാം, നല്ല പടം. എങ്ങനെയുണ്ട്? ഞാൻ ഇത് പണ്ട് കണ്ടിട്ടുള്ള പടമാണ്. പിന്നെ അടുത്ത മാസം 2 ഇറങ്ങിയല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതിന് വേണ്ടിട്ട് കാണാൻ വന്നത്. എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ലെങ്ത് അതൊരു വിഷയമല്ല ഫീൽ ചെയ്തല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രക്ഷയില്ല. രാവിലെ ഗജനി, ഉച്ചയ്ക്ക് ഇന്ത്യനാണോ? എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കിടു പടം. എന്തോ ഈ കാലത്ത് പ്രസക്തിയുള്ള എല്ലാം കിടു ഡയലോഗ്. തിയേറ്ററിൽ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കണം ഈ പടം. കണ്ടിട്ടുണ്ട്, വീണ്ടും വന്ന് കണ്ടപ്പോൾ രക്ഷയില്ല. തിയേറ്ററിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. 96 ഇറങ്ങിയ പടമായിരുന്നു, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം വേറെ എടുത്ത് പറയാനുള്ള എടുത്ത് പറയാനല്ല, അതാ ഇനി ഇന്ത്യൻ 2 ഇനി നല്ല രീതിയിൽ ഇത് കണക്ക് പ്രതീക്ഷിക്കുന്നു ഉടനെ. നല്ല സിനിമ, ഒന്നുകൂടെ പണ്ട് കണ്ടതുപോലെ തന്നെ ആ ഫീലിങ്സ് എല്ലാം ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്ത്യൻ്റെ അത്ര പോരായിരുന്നു ടെക്നിക്കലി, അത് നല്ലോണം അല്ല ചെയ്തേക്കുന്നത്. സൗണ്ട് ഡിസൈൻ അത്ര നല്ലതായിട്ട് തോന്നിയില്ല, കുറച്ച് നല്ലോണം ചെയ്യായിരുന്നു. മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു, മ്യൂസിക് ഒക്കെ തിയേറ്ററിൽ ഒരു ഇതുണ്ടായിരുന്നു. അതിനും കൂടെ വേണ്ടിയാണ് വന്നത്, നല്ലതായിരുന്നു.